ഹലോ ഗൈസ്, ഒരു ഒട്ടകം ചത്തഴുകി അത് നശിച്ചു പോയി. അതിൻ്റെ എല്ലാം തോലും മാത്രം നടക്കുന്നു ഗൈസ്. ഇതാണ് തലവട്ടി. ഹലോ ഗൈസ്, ഇതാണ് ഗൈസ് തലവട്ടി. ഇത് അടിഭാഗം, അത് മേൽഭാഗം, അത് നട്ടല്. ബാക്കിയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നട്ടലാണ് ഗൈസ്, ഇത് നട്ടലാണ് ഗൈസ്. ഹലോ ഗൈസ്, നോക്കൂ, മരുഭൂമിയിലെ ഒട്ടകം. ആകെ നമ്മൾ മാത്രമുണ്ട് ഒരു വീടായിട്ട്. അതും ഗസ്റ്റ് ഹൗസാണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറിയാൻ വയ്യോ ഗൈസ്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. കടയ്ക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് കടയിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ വേണം. ഇങ്ങനെ നടന്ന് പോക്കുകയാണ്. ഇതാണ് കൃഷിത്തോട്ടം ഇവിടുത്തെ. 10,000 മണിക്കാറുണ്ടെന്നാണ് അറിവ്. ഇത് കാണാൻ വയ്യാത്ത ദൂരത്തിനിടമുണ്ട്. മൊത്തം 600 ഏക്കർ ഉണ്ടെന്നാണ് അറിവ്. അതിനു വേണ്ടി ആളുമുണ്ട്. മൊത്തം അതാണ്, കൃഷിത്തോട്ടമാണ്. ദുബായ്, ഖത്തർ, സൗദിയിലൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് പച്ചക്കറികൾ. അടുത്ത ഒരാട് ചത്തഴി കിടക്കുന്നു ഗൈസ്. ആട് ആടോ പശു ഗൈസ്, പശു. പശു ഗൈസ്. ഇവിടെ മൊത്തം ഇത് തന്നെ ഗൈസ്, മൊത്തവും. അത് ഒട്ടകം. ആ കിടക്കുന്നത് അത് കണക്ക് തന്നെയാണ്. ഇവിടെയെങ്കിലും വേറെ വീട് കാണുന്നതിലൊന്നും ആൾ താമസമില്ലെന്നാണ് അറിവ്. ഇത് നോക്കൂ ഗൈസ്, മൊത്തവും ഒട്ടകവും. പശു, ഒട്ടകം. നമ്മൾ കടയ്ക്ക് പോവുകയാണ്. പോകുന്നു 2 പേര്. നമ്മൾ 3 ആളുകളുണ്ട് ഇവിടെ. അവർ 2 പേരാണ് എൻ്റെ ലേബർ. അപ്പം നമുക്കിവിടെ ടൈലിൻ്റെ വർക്ക് നടക്കുകയാണ് ഗൈസ്. ഇത് നോക്കൂ ഗൈസ്. അതാണ് കൃഷിത്തോട്ടത്തിൻ്റെ ഒരു സൈഡ് കാണത്തുള്ളൂ നമുക്ക് ഗൈസ്. ദേക്കൂ ഗൈസ്, 2 ഒട്ടകം അടുത്തടുത്ത്. അതിന് മുമ്പേക്ക് നേരത്തേക്ക് ചത്തുപോയി. നോക്കൂ ഗൈസ്, ചാക്കിട്ട് മൂടിയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ചാക്കല്ല, അതതിൻ്റെ തൊലിയാണ്. നിങ്ങൾക്ക് കാണാനൊക്കെ ഒരു അറപ്പ് തോന്നും, പക്ഷേ അറപ്പ് തോന്നരുത്. ഇങ്ങനെയാണ് ഗൈസ് ഒട്ടകത്തിൻ്റെ ജീവിതം. ചെറിയ ചാറ്റൽ മഴ തുടങ്ങി ഇവിടെ. ഇന്നലെ രാത്രി തൊട്ട് ചെറിയൊരു മഴയുണ്ട്. ഒമാനിൽ മഴ പെയ്യുന്നു ഗൈസ്. ഹലോ ഗൈസ്, ആ പോകുന്നതെല്ലാം ജനങ്ങളാണ് ഗൈസ്, നമ്മുടെ കൂട്ടുകാരാണ്. നാട്ടിലേക്കാണെങ്കിൽ ഇത് പോക്സ് ചെയ്ത് വീണ്ടും എടുക്കുകയല്ലേ ഉള്ളൂ. പോളിസി വർക്ക് ചെയ്ത് പുതിയതായിട്ട് എടുക്കും.
ഇവിടെ ആർക്കും വേണ്ട കൊണ്ട് കളഞ്ഞേക്കും. ഇതാണ് ഞാൻ പറഞ്ഞ കൃഷിത്തോട്ടം. കണ്ണത്താ ദൂരത്ത് കിടക്കുകയാണ് കൃഷിത്തോട്ടം. അകത്തോട്ട് പോലും നമുക്ക് പ്രവേശിക്കാനുള്ള അധികാരമില്ല, അനുവാദമില്ല. അങ്ങ് കിടക്കുകയാണെങ്കിൽ എത്രയോ കിലോമീറ്റർ താണ്ടി കിടക്കുകയാണ്. സൂം ചെയ്ത് നോക്കട്ടെ, എൻ്റെ ചെറിയ മുതലാണ്ട് ഫുള്ള് കിട്ടത്തില്ല. കാണുന്ന അങ്ങ് അറ്റം വരെ ഉണ്ട്. ഏകദേശം അവർ അരമണിക്കൂർ നടത്ത വരും. ഒരു എൻ്റെ തന്നെ അരമണിക്കൂറല്ല, 1 മണിക്കൂറിൻ്റെ പുറത്ത് വരും. ഇത് തന്നെ ഇപ്പം നടന്നെത്തുമ്പോൾ അരമണിക്കൂർ എടുക്കും നമ്മൾ നടന്നതിൻ്റെ അപ്പുറം പോകാനായിട്ട്. രാവിലെ അല്ല ഗൈസ്, ഒരു 9:30 മണിയായി. നമ്മൾ എല്ലാവരും കൂടെ 3 പേരും കൂടെ റെഡിയായി കടയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞ് വെച്ചിറങ്ങി. അങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് തരാം. അങ്ങനെ ഇറങ്ങിയതാണ് ഗൈസ്. നമ്മൾ പണി ചെയ്യുന്ന സ്ഥലം ഇത്രയും ദൂരമാണ്. ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടുവിടുന്ന ആൾക്കാർ മൊത്തം സർക്കാരിൻ്റെതാണ്. ഇനി ആൾക്കാർ അടിച്ചടിച്ച് വീട് വയ്ക്കും. കൃഷിത്തോട്ടത്തിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ എത്തിയത് ഗൈസ്. കൃഷിത്തോട്ടത്തിൻ്റെ ഒരു സൈഡ് ഇതേ കണക്കൊക്കെ അറ്റം വരെ ഉണ്ട്. അതേ കണക്ക് ഒരു സൈഡ് നടന്ന് തീർന്നാൽ തന്നെ ഏകദേശം ഒരു 1 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. ഇതായിരിക്കും നമ്മളങ്ങോട്ട് നടന്നിട്ടില്ല ഫുള്ള്. പറഞ്ഞു കേട്ടേ ഉള്ളൂ. പകുതിയിലാണ്, ഇതിൻ്റെ ഒരു കാൽഭാഗത്താണ് നമ്മുടെ റൂം. അങ്ങോട്ട് നമ്മൾ വണ്ടിയിലാണ് ആ സൈഡിൽ കൂടെ വരുന്നത്. അപ്പോഴും നമുക്ക് കുറച്ചേ കാണാം. വണ്ടി വരുമ്പോൾ തന്നെ 10-20 മിനിറ്റ് എടുക്കും. ഇനി നമ്മൾ നിൽക്കുന്നുണ്ട് അവിടെ. അത്രയും ദൂരമുണ്ട്. നടക്കാനാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഇതിലാണ് കൃഷി സ്ഥലത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന റോഡാണ്. ഇതാരും ശരിയാക്കുന്നില്ല, അവർ ശരിയാക്കുന്നില്ല. ഇതിലെ ആൾ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവർക്കുള്ള വണ്ടികൾ മാത്രം പോകാം. ഇവിടെ ഒട്ടകത്തിൻ്റെ തോട്ടം. മൊത്തം ഒട്ടകവും കാര്യങ്ങളാണ്. ഹലോ ഗേസ്, നിങ്ങളിത് കാണുന്നുണ്ടോ ഗേസ്? ഇതാണ് ഒമാനിലെ ജീവിതം. എല്ലാവരും പറയുന്ന ഗൾഫ് ഗൾഫ്. ഗൾഫ് സൂഹിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുമുണ്ട്. അതിൻ്റേതായ ഫീൽഡിൽ വരുമ്പോൾ സൂഹിക്കാം. കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സൂഹിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെയുള്ള നരകങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതൊക്കെ വരും, അനുഭവിക്കേണ്ടി വരും. ആണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വന്നാലുള്ള കുഴപ്പം. കൺസ്ട്രക്ഷൻ ഫീൽഡ് എല്ലാം ഇല്ല, നല്ല നല്ല കമ്പനികളുണ്ട്. കമ്പനിയിലൊക്കെ ചെന്ന് മാസ ശമ്പളവും, പിന്നെ അവിടെ ലീവില്ല, ആഴ്ചയിൽ ഒരു ലീവേ ഉള്ളൂ. പുറത്തൊന്നും പിന്നെ വലുതായിട്ട് പോകാനും പറ്റില്ല. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഫ്രീ വിസക്കാരാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ കറങ്ങാം, ആവാം. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്.
മൊത്തം ഒട്ടകമാണ് ഇവിടെ മൊത്തം. ഹലോ ഗെയ്സ്, കാണത്തില്ല ഗെയ്സ്, അങ്ങ് കിടക്കുകയാണെന്ന് കണ്ണത്താ ദൂരത്ത് കൃഷിത്തോട്ടത്തിൻ്റെ സൈഡ്. ക്ലിയറായിട്ട് പിടിക്കാനെന്ന് പറഞ്ഞാൽ മൊബൈൽ ഞാൻ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും ചാഞ്ചാട്ടവും ചാഞ്ചലൊക്കെ കാണും മൊബൈലിൽ. അതല്ലാതെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം ഗെയ്സ്. ഇതൊക്കെയാണ് ഗെയ്സ് ഇവിടുത്തെ ജീവിതം.